ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഫാദർ ബിജു പുതിയടത്ത്, MCBA സഭാംഗമാണ്. ഞാനിപ്പോൾ അരുണാചൽ പ്രദേശിൽ ഇറ്റാനഗർ രൂപതയിൽ ബാമങ് എന്ന് പറയുന്ന സ്ഥലത്ത് വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുകയാണ്. എന്നോടൊപ്പം ഉള്ളത് 2 കൊച്ചന്മാരാണ്. ഇവിടെ നിങ്ങൾക്കറിയാവുന്ന പോലെ ഇത് ഒത്തിരി വലിയ ഏരിയയാണ്. ഇവിടെ സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 4300 അടി ഉയരത്തിലാണ് ഈ സ്ഥലമുള്ളത്. ഇവിടെ വില്ലേജുകളൊക്കെ ഒത്തിരി ദൂരത്താണ്. ഇവിടെ ഒരു ഇടവക എന്ന് പറയുമ്പോൾ ഒരു പള്ളി മാത്രമല്ല, വില്ലേജുകളിലെ പള്ളികളെല്ലാം ഉൾപ്പെടുന്നതാണ്. ഇതിൻ്റെ ഒരു സ്ട്രെച്ച് ഒരു സൈഡിലേക്ക് 40 കിലോമീറ്റർ, മറ്റു സൈഡിലേക്ക് 40 കിലോമീറ്റർ, ഇത്രയും 80 കിലോമീറ്റർ സ്ട്രെച്ചിലാണ് ഈ ഒരു ഇടവക സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വൈദികന് തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക ഒരിക്കലും സാധ്യമല്ല. 23 വില്ലേജുകളും അവിടെ കൊച്ചു കൊച്ചു പള്ളികളുമുണ്ട്. വില്ലേജുകളെന്ന് പറയുമ്പോൾ ഒത്തിരി വീടുകളൊന്നുമില്ല, 10, 15, 18 അങ്ങനെ കുടുംബങ്ങൾ ഉള്ള വില്ലേജുകളാണ്. അപ്പം അവിടെയൊക്കെ പോയി കുർബാന ചെല്ലാനായിട്ട് ഞങ്ങൾ പോകണം. വർഷത്തിൽ 3-4 പ്രാവശ്യമൊക്കെ അവിടെ എത്തിപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പം നമ്മൾ പോകുന്നത് ഏതാണ്ട് 35 കിലോമീറ്റർ ദൂരമുള്ളൊരു വില്ലേജിലേക്കാണ്. പോകുന്ന വഴിക്ക് ഒരു വില്ലേജിൽ നമുക്കൊരു കൊച്ചു പള്ളിയുടെ പണിയും നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും കയറിയിട്ട് നമ്മൾ വില്ലേജിൽ പോയി ഇന്നവിടെ താമസിച്ചിട്ട് നാളെ രാവിലെ കുർബാനയും കഴിഞ്ഞിട്ടാണ് വരിക. എല്ലാ പ്രാവശ്യവും വില്ലേജിൽ പോകുമ്പോൾ വൈകുന്നേരം പോയി അവരുടെ കൂടെ പ്രാർത്ഥനയും ഈവനിങ് പ്രെയറൊക്കെ നടത്തി രാവിലെ കുർബാനയും നടത്തി കഴിഞ്ഞിട്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു വരിക. അത് നമ്മൾ ചെല്ലുന്നുണ്ടെന്ന് അറിയുമ്പോൾ അവർ നേരത്തെ വിവരം കൊടുക്കും. അപ്പോൾ അവർ വിവരം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവരവിടെ വന്ന് എല്ലാവരും അവിടെ ഉണ്ടാവും. വില്ലയിലുള്ളവരെല്ലാം അവിടെ മാക്സിമം അവിടെ വീടുകളിൽ ഒന്നിച്ച് കൂടാനായിട്ട് പരിശ്രമിക്കും. അങ്ങനെയാണ് വരിക. ഇപ്പോൾ അച്ഛനും മനു അച്ഛനും ഉണ്ട്, കൂടെ പോരുന്നുണ്ട്. മനു അച്ഛൻ അധികം കാലമായില്ല ഇവിടെ വന്നിട്ട്, ഇപ്പോൾ 6 മാസം ആയിട്ടേ ഉള്ളൂ. അച്ഛനും ഈ ഒരു ടൂറിങ് പരിപാടികളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒന്നിച്ച് നീങ്ങാം. നമ്മുടെ ആൾക്കാരെയും അവരുടെ രീതികളൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. മുപ്പായി കാണാം. Joy Jisoo! Alah. Ke. Sipaku. Saman ekim do saman maluga ba saman ngorena saman do pal. Road pun kamu tak kajo. Ngom singosi ngo saman aku micin leke na. Ko dosa tangcha pe do. Eh! Joy Jisoo! Ke. Gurap to. Gurap Joy Jisoo. Ke ale kam de duai. Ale panya jar itka. Wah, alam pabu akem duai. Ke Joy Jisoo. Aning kamu. Go. Joy Jisoo bata. നമ്മളിപ്പോഴുള്ളത് ലപ്പുങ് എന്ന് പറയുന്നൊരു വില്ലേജിലാണ്. അത് നമ്മുടെ പാരീഷിൽ നിന്ന് ഏതാണ്ട് 15 കിലോമീറ്റർ ദൂരമാണ്. ഇവിടെ ഒരു പുതിയ പള്ളി പണിയാണ്. ഒരു ചെറിയൊരു ഷെഡായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ഏതാണ്ട് 25ഓളം കുടുംബങ്ങൾ ഇവിടെയുണ്ട്. ഇവർ ഈ ഒരു പള്ളി പണിക്ക് പല പ്രത്യേകതകളുണ്ട്. ഒന്നാമതായിട്ട് ഇത് കരിങ്കല്ലുകൊണ്ടാണ്, കല്ലുകൊണ്ട് തന്നെയാണ് പണിയുന്നത്. അതിന് വേണ്ടിയിട്ട് കല്ല് അവിടുന്ന് കല്ല് പൊട്ടിച്ച് എടുത്ത് കൊണ്ടുവന്ന് ഇവർ മെറ്റിലടിച്ച് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരതുകൊണ്ട് തന്നെ കല്ലുകൊണ്ട് തന്നെ ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലാണ്. അവർ തന്നെ പണിയെടുത്ത് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ഒപ്പം തന്നെ ഈ പണി എടുക്കാനായിട്ട് നമുക്ക് കുറച്ച് പേര് കേരളത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അതിനും ചില പ്രത്യേകതകളുണ്ട്.
ബ്രദർ ജോൺ ബ്രിട്ടോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഇവിടെയൊക്കെ പ്രീച്ചിങ്ങിനൊക്കെ വരുന്നൊരു ബ്രദറുണ്ട്, കൊല്ലംകാരനാണ്. ആൾ ഇപ്പോൾ ഇവിടെ ഇല്ല, ഈ ആഴ്ച അവസാനം ആളെത്തും. അപ്പം ബ്രദറും ഞങ്ങളെല്ലാം കൂടെ ഒരു ഇനീഷ്യേറ്റീവിലൊരു പരിപാടി ആസൂത്രണം ചെയ്തതാണ്. അങ്ങനെ വന്നവരാണ് ഇവരൊക്കെ കേരളത്തിൽ നിന്ന്. ഇത് ജോമോൻ ബ്രദർ, അതുപോലെ തന്നെ സിജു ബ്രദർ ആൻഡ് സൈമൺ, ഇവരൊക്കെ വന്നിരിക്കുന്നത് ഇവിടെ മിഷനിൽ എന്തെങ്കിലും വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. മാത്രം വർക്ക് ചെയ്യൽ മാത്രമല്ല അവർ ചെയ്യുന്നത്. എന്താ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ജോമൻ ബ്രദറിനോട് തന്നെ ചോദിക്കാം. ജോമൻ ബ്രദർ ഒന്ന് പറഞ്ഞേക്കാമോ, എവിടെ നിന്നാണ് വരുന്നത്, എന്താ വരാനുള്ളൊരു ഇങ്ങോട്ട് വരാനുള്ളൊരു മോട്ടിവേഷൻ എന്നാണെന്ന് പറയാം. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്നാണ് വരുന്നത്. ഞാൻ വർഷങ്ങളായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ് ഒരു മിഷനറി ആവണമെന്നുള്ളത്. ഞാൻ 2016 മുതൽ മിഷനിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കാലഘട്ടം മുതൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഏതെങ്കിലും ഒരു മിഷൻ ഗ്രാമത്തിൽ പോയിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ട് തന്നെ ശുശ്രൂഷ ചെയ്യണം എന്നുള്ളത്. ഞാൻ വീട്ടിൽ തന്നെയാണെങ്കിലും ഞാൻ ജോലി ചെയ്യുന്നു, എനിക്ക് മേസ്ത്രിപ്പണിയാണ്. അപ്പം ജോലി ചെയ്തുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ദശാംശം മാറ്റി വെച്ചിട്ട് ഞാനിങ്ങനെ വർഷത്തിലൊരു 3-4 പ്രാവശ്യം മിഷൻ ഗ്രാമങ്ങളിലേക്ക് പോകും. അവിടെ പോയി പ്രാർത്ഥിക്കും, ഓരോ ഭവനങ്ങൾ സന്ദർശിച്ച് അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഞാനപ്പോൾ അതിന് വേണ്ടിയിട്ട് പല സ്ഥലത്ത് അന്വേഷിച്ചു, ഒരു ജോലി കിട്ടുമെന്നുള്ളതൊക്കെ അന്വേഷിച്ചായിരുന്നു. പക്ഷേ എങ്ങും കിട്ടിയില്ല. ഇപ്പം ഇവിടെ ഇങ്ങനെ ഒരു വരാൻ കർത്താവ് അങ്ങനെ ഒരു ഇടയാക്കിയതാണ്. വളരെ ഒരു 2-3 വർഷത്തെ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് ഇപ്പോൾ ഈ ദേവാലയത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടിലെനിക്ക് ഇഷ്ടംപോലെ ജോലിയുണ്ട്. പക്ഷേ അതെല്ലാം തീർത്ത് ഇനിയിപ്പോൾ വേറെ ജോലിയൊന്നും പിടിക്കാതെ തന്നെ അതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. കാരണം ഇത് ശുശ്രൂഷ ആണ് എൻ്റെ മെയിൻ ഉദ്ദേശം. ഞാനിപ്പോൾ ഇവിടെ ജോലി ചെയ്തിട്ട് തന്നെയാണെങ്കിലും ഭവനങ്ങൾ സന്ദർശിക്കാൻ പോകുന്നുണ്ട്. ആളുകളൊക്കെ വീടുകളിലൊക്കെ സന്ദർശിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർ വീടുകളിലൊക്കെ പോകും. അവരുടെ ഇപ്പോൾ എന്നെ സംബന്ധിച്ചൊരു വലിയൊരു സന്തോഷമാണ് എനിക്ക്. കാരണം ഒരു മിഷൻ ഗ്രാമത്തിലേക്ക് വന്ന് ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത് തന്നെ. ബ്രദറെ, വൈകുന്നേരങ്ങളിൽ വീടുകളിലൊക്കെ പോകുമ്പോൾ ആൾക്കാരുടെ ഇടപെടൽ എങ്ങനെയാണ്? അവർ വളരെ സ്നേഹത്തോടെയാണ് വിളിക്കുന്നത് എപ്പോഴും. അവർക്കൊന്നും അറിയത്തില്ല സത്യത്തിൽ. എനിക്ക് നമ്മളിപ്പോൾ ജപമാല ചൊല്ലേണ്ടത് എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ അവർക്ക് വഴുത്തും വായനൊന്നും അറിയില്ല അവർക്ക്. അപ്പോൾ തന്നെ അവരുടെ അടുത്ത് ഇരുന്നിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ അവരുടെ മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെയാണ് ജപമാല ചൊല്ലേണ്ടത് എന്ന് പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് ഇതൊക്കെ എഴുത്തും വായന അറിയില്ലാത്ത കാരണം തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത് ഭാഷയുടെ കുറച്ച് അഭാവമുണ്ട്, ഭാഷ നന്നായിട്ട് അറിയത്തില്ല. ഹിന്ദി അത്യാവശ്യമൊക്കെ അറിയാം. അപ്പോൾ ഉള്ളത് വെച്ച് സംസാരിച്ച് അവരോട് ഓരോന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നു. വളരെ സ്നേഹത്തോടെയാണ് അവർ സ്നേഹിക്കുന്നത്. വളരെ സന്തോഷമാണ്. ഈ മേഖലയിലേക്ക് ബ്രദർ ഇപ്പം ഇവിടെ വന്ന് ഈ ഒരു ശുശ്രൂഷയുടെ ഭാഗമായിട്ടുണ്ട്. ഇവിടെ ഒത്തിരി അസൗകര്യങ്ങളുണ്ട്. താമസം, ഭക്ഷണം, ഇവരെങ്ങനെ പുഴുങ്ങിയ ഭക്ഷണമാണ് തരുന്നത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എനിക്ക് നോക്കിയിട്ട് ബ്രദർ ഇച്ചിരി ക്ഷീണിച്ചു എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ബ്രദർ എന്നെ കാണുന്നത്, അല്ലെങ്കിൽ അത് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ബ്രദർ? സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ചെറിയ ഷെഡിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അത് വന്നപ്പോൾ അവരുടെ വീടുകളിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അവരുടെ ഭക്ഷണം വളരെ ബുദ്ധിമുട്ടാണ്. വളരെ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം അവർ പുഴുങ്ങിയെടുക്കുമ്പോൾ നമ്മൾ ഈ മസാലയൊക്കെ ചേർത്ത ഭക്ഷണമാണല്ലോ എപ്പോഴും കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒന്നുമില്ലാത്ത വെള്ളത്തിൽ ഉപ്പ് മാത്രം ഇട്ടുകൊണ്ട് അവർ തരുന്ന ഭക്ഷണം വയറിനൊക്കെ അസ്വസ്ഥ. ഞാൻ 2-3 ദിവസം സത്യം പറഞ്ഞാൽ ബിസ്ക്കറ്റ് മാത്രം കഴിച്ചുകൊണ്ടാണ് ഇവിടെ നിന്നത് 3 ദിവസം. അതുകൊണ്ടാണ് ഞാൻ ക്ഷീണിച്ചു പോകാൻ കാരണം. ഭക്ഷണത്തെക്കുറിച്ച് ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹം അനുഭവിക്കുന്നുണ്ട്. കാരണം ഈ ദേശത്ത് കടന്നു വരുമ്പോൾ ഇവരുടെ ഹാർദ്രമായിട്ടുള്ള സ്വീകരണവും ഇവരുടെ സ്നേഹമൊക്കെ കാണുമ്പോൾ എല്ലാവരും വരുന്നുണ്ട്. എന്നെ പ്രാർത്ഥനയ്ക്കായിട്ട് വരണം. ഇന്നലെയും വന്നു. ഇന്നലെ 5 മണി കഴിഞ്ഞ് പണി കഴിഞ്ഞപ്പോൾ. പക്ഷേ എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. രാത്രിയാണെങ്കിലും പോകാനായിട്ട് എനിക്ക് സന്തോഷം. ഇനി ഇത് മലയുടെ മുകളിൽ ഒരു വീട്ടിലേക്ക് കയറി പോകണം. ഞാനിപ്പോൾ എല്ലാം തയ്യാറായിട്ടിരിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ ദൈവസ്നേഹത്തെ പ്രതി അത് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ കറണ്ടില്ല, മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. മെഴുതിരിയുടെ വെട്ടത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇതിൽ നടക്കുന്നതും കാണുന്നതൊക്കെ. എന്നാലും സത്യത്തിൽ നമ്മൾ ഈ കറണ്ടുള്ള ദേശത്ത് നിന്ന് ഇത്രയും വർഷങ്ങൾ കറണ്ട് ഉപയോഗിച്ച് നടന്നിട്ട് ഈ ദേശത്തേക്ക് വന്നപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എങ്കിലും ഇവിടെ ഒന്നാമത് 4:30 ആകുമ്പോഴത്തേന് ഇരുട്ടാവും. അപ്പോൾ ആ ഇരുട്ടായി തുടങ്ങുന്നതിന് നമുക്ക് മെഴുതിരി കത്തിച്ച് പിടിച്ചുകൊണ്ട് വേണം നടക്കാൻ. ഈ ദിവസങ്ങളിൽ നമ്മളാണെങ്കിൽ ഈ ഒരു പണി തുടങ്ങുമ്പോഴുള്ള ഒരു ചിന്ത ഇത് തന്നെയായിരുന്നു. കാരണം ഞങ്ങൾ അച്ഛന്മാരൊക്കെ ആണെങ്കിലും പലപ്പോഴും വരുന്നു, കുർബാനയിലൊന്നു പോകുന്നു, അതിൽ കൂടുതൽ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം ഇവർക്കെന്ന് വെച്ചാൽ തുടർച്ചയായിട്ടൊരു പരിശീലനം കൊടുത്താലേ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കയറി വരുള്ളൂ. പ്രാർത്ഥനയും പരിപാടികളൊക്കെ അതൊക്കെ തന്നെയാണ് ഇങ്ങനൊരു പരിപാടിക്ക് നേതൃത്വം വഹിക്കാനായിട്ട് ഇടയാക്കിയതും.
കാരണം ഈ ഒരു മാസം 2 മാസം കൊണ്ട് ഈ വില്ലേജിലുള്ളവർക്കൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ പഠിപ്പിക്കുക, കുറച്ച് പേരെങ്കിലും എഴുതാനും വായിക്കാനും പഠിപ്പിക്കുക എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ചെയ്തു തുടങ്ങും. അപ്പം തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഒരു പള്ളി പണി തീരുമ്പോൾ നമ്മളൊരു ഉദ്ദേശം ഇവിടെ ഒരു നല്ലൊരു ക്രിസ്തീയ കമ്മ്യൂണിറ്റിയും കൂടെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ കെട്ടിടമല്ല, ഒരു സമൂഹം, വിശ്വാസ സമൂഹം രൂപപ്പെടുത്തുക എന്നുള്ളത്. അത് എത്രമാത്രം വിജയിക്കുന്നതാണ് ബ്രദറിൻ്റെ ചിന്ത? തീർച്ചയായിട്ടും അതാണ് എൻ്റെയും വലിയൊരു ഉദ്ദേശം. അത് തന്നെയാണ്. ഇപ്പം എനിക്ക് നാട്ടിലാണ് ഇഷ്ടംപോലെ ജോലിയുണ്ട്. പക്ഷേ അച്ഛൻ വിളിച്ചു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് വന്നത് തന്നെ ആ ഒരു ശുശ്രൂഷ മേഖലകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ്. കാരണം കർത്താവിനെ അറിയാത്ത ഇത്രയും ആളുകൾ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ഈ ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞിട്ട് നമ്മളിത് മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുമ്പോഴും നമ്മൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും അകന്നു പോകുന്ന ഒരു അനുഭവം എനിക്കുണ്ടാകുന്നത് സത്യത്തിൽ. തീർച്ചയായിട്ടും. അപ്പം എല്ലാ പരിപാടികളും നന്നായിട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവരുടെ സഹകരണം എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ബുദ്ധിമുട്ടുകൾ ഇവിടെയുള്ളവരൊക്കെ അനുഭവിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാകുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ബ്രദറിനായിട്ട് വെച്ചിട്ടില്ല. എല്ലാവർക്കും ഉള്ളതിൻ്റെ വീതം സ്വീകരിക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതേ ഒരു അവസ്ഥയിലൂടെ കടന്നു വന്നവരാണ് ഇവർ രണ്ടുപേരും. ബ്രദറ് പിന്നെ എറണാകുളംകാരനാണ്, ബ്രദർ കൊല്ലത്തു നിന്നാണ്. അവർ രണ്ടുപേരും എത്തിയിട്ടുണ്ട്. അവരും ഇതേപോലെ ഈ ഒരു ശുശ്രൂഷയുടെ ഭാഗമായിട്ട് താല്പര്യപ്പെട്ട് വന്നവരാണ്. ഇവരെല്ലാവരും ഇവിടെ ഈ ഒരു വർക്കിനായിട്ടുണ്ടാകും. നമ്മുടെ കൂടെയുള്ളത് ഈ വില്ലേജിൻ്റെ കാറ്റക്കിസ്റ്റാണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു വില്ലേജിൽ എല്ലാ ഞായറാഴ്ചകളിലും അച്ഛന്മാർ വരാറില്ല. അപ്പോൾ ഈ ഞായറാഴ്ചകളിൽ ഇവരുടെ പ്രാർത്ഥനകളൊക്കെ ലീഡ് ചെയ്യുന്നത് ഇദ്ദേഹമാണ്. പിന്നെ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ഇവർ കുടുംബ കൂട്ടായ്മകളുണ്ട്. അതിന് വീട്ടിൽ കുടുംബ പ്രാർത്ഥനകൾ ഇവർക്ക് പൊതുവേ ഇല്ല. അപ്പം ആഴ്ചയിൽ 2 ദിവസം ഒരു കുടുംബ കൂട്ടായ്മയായിട്ട് ഏതെങ്കിലും വീടുകളിൽ ഒന്നിച്ചു കൂടും. അപ്പോൾ അതിനൊക്കെ നേതൃത്വം കൊടുക്കാനായിട്ട് കാറ്റക്കിസ്റ്റ് എന്നാണ് നമ്മൾ പറയുക. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആൾക്ക് എഴുതാനും വായിക്കാനും അറിയത്തില്ല. അപ്പം ഈ ഒരു വില്ലേജിൽ തന്നെ എഴുതാനും വായിക്കാനും അറിയാവുന്ന 1-2 പേരേ ഉള്ളൂ പള്ളിയിൽ വരുന്നവർ. അപ്പം എല്ലാം പ്രായമായവരാണ്. കുട്ടികളെല്ലാം യൂത്തെല്ലാം കൂടെ ടൗണിലേക്ക് കുടിയേറി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് ഇതെല്ലാം നടത്തുന്നത്. ഇവരുടെ ഭാഷയിലാണ് ഇവർ സാധാരണ സംസാരിക്കുന്നതെങ്കിലും കുറച്ചൊക്കെ ഹിന്ദി പറയും. ചോദിച്ചു നോക്കാം. पाया लिंचों। थैंक यू। मेरा नाम चोगी लपोंग। अभी आज हम लोग लपोंग कैथोलिक चर्च अभी हम लोग काम कर रहे हैं, अभी स्टार्ट कर रहा है। अभी हम लोग का केरला पार्टी को नानी यीशु का नाम से नानी और मेरा लपोंग मंडली को पाया लिंचों। अभी हम लोग जल्दी खत्म होने वाला है, अभी काम स्टार्ट कर रहे हैं। अभी 2 महीने के लिए अभी हम लोग ख़त्म करेगा, ऐसे हम लोग जल्दीबाजी से काम कर रहे हैं। ഈ ലപ്പങ് വില്ലേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ഇങ്ങോട്ടൊക്കെ റോഡുകളായത്. മുമ്പ് റോഡൊന്നും ഇല്ലായിരുന്നേ, നടന്നു വരണമായിരുന്നു. അപ്പോൾ ഇവരുടെ കൊച്ചു പള്ളികൾ ചെറിയ പള്ളിയായിരുന്നു. അത് തന്നെ ബാമ്പു കൊണ്ടൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഇവർക്കൊരു നല്ല പള്ളി വേണമെന്നുള്ളത് ഇവരുടെ ഭയങ്കര ആഗ്രഹം എപ്പോഴും പറയുമായിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ കൂടെ നമ്മളെല്ലാവരും കൂടെ ശ്രമിച്ചാൽ നമുക്കൊരു പള്ളിയൊക്കെ പണിയാം എന്നൊക്കെ പറഞ്ഞ് ഇരുന്നപ്പോൾ ഇവർ തന്നെയാണ് ഇവരുടെ ഒരു തീക്ഷ്ണമായ ആഗ്രഹം കൊണ്ടാണ് ഒരു കരിങ്കല്ലുകൊണ്ട് തന്നെ പണിതേക്കാം എന്നൊരു ചിന്ത വന്നതും. ഇവിടെ കല്ല് ഇവിടെ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് അവരത് പൊട്ടിച്ചെടുക്കാം, മെറ്റൽ ഞങ്ങൾ പൊട്ടിച്ചോളാം എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പം ഇവിടെ എല്ലാ പള്ളികളും പണിയുമ്പോൾ ഇവരുടെ ഒരു വലിയ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. ശരിക്കും ഇതൊരു കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്യുന്ന ഒരു പ്രക്രിയ കൂടിയാണ്. ഇത് വെറുതെ ഒരു പള്ളി പണിയലല്ല. ഈ ഒരു പള്ളി പണി തീരുമ്പോഴത്തേക്ക് ഇവർ തമ്മിലുള്ള നല്ലൊരു ഐക്യം ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റ് സമൂഹങ്ങൾ ഇവിടെയുണ്ട്, അവർ നമ്മുടെ ഈ ഒരു ഐക്യം കാണാനും ഒക്കെ ഇടയാവും. അപ്പോൾ ആ രീതിയിൽ ഇവരെ ആത്മീയമായിട്ടും വിശ്വാസത്തിലും ഇവരെ ആഴപ്പെടുത്താനും കൂടി ഉള്ളൊരു സാഹചര്യമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ പാർട്ടിസിപ്പേഷൻ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. അതവർ തയ്യാറാണ്. അടുത്ത 2 മാസത്തേക്ക് ഇവർക്ക് മറ്റ് കൃഷിപ്പണികളൊന്നും അധികം ഇല്ലാത്തൊരു സമയം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അടുത്ത 2 മാസത്തേക്ക് എല്ലാ ദിവസവും ഇവിടെ പണിയെടുക്കാൻ കാണും. അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു കുടുംബമായിട്ട് ഓരോ കുടുംബമായിട്ടെങ്കിലും എല്ലാ ദിവസവും ഇവരോടൊപ്പം പണിയെടുക്കാൻ കാണും. അപ്പോൾ ആ ഒരു തീക്ഷ്ണതയിലാണ് ഇത് ഉയരുന്നത്. അപ്പോൾ ഇവരുടെ ഒത്തിരി പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ അവരുടെ ഒരു പ്രാർത്ഥനയും എല്ലാം ഇതോടൊപ്പം ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും അവരുടെ ആ ഒരു തീക്ഷ്ണതയിലാണ് ഞങ്ങളും
പ്രചോദിതരായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ കേരളത്തിൽ നിന്നൊക്കെ ആൾ വരാനൊക്കെയുള്ള സാഹചര്യങ്ങൾ തുറന്നു കിട്ടിയത്. ഇതൊരു തുടക്കമാണ്. ഞങ്ങൾക്ക് ഇതുപോലെ ഒത്തിരി പള്ളികൾ പണിയാനുണ്ട്. ഇത് കഴിയുമ്പോൾ തന്നെ വേറൊരു സ്ഥലത്ത് ഇതിപ്പോൾ ഇവിടെ ഒരു പള്ളി പണിയുന്നത് ഇവിടത്തേക്ക് വേണ്ടി മാത്രമല്ല, ഇതിന് ചുറ്റുമുള്ള 5-6 വില്ലേജുകളുണ്ട്. അപ്പോൾ വലിയ പ്രോഗ്രാമുകൾ നടക്കുമ്പോൾ ഞങ്ങൾ സെൻറ്ററായിട്ടാണ് നടത്തുന്നത്. അപ്പം ഇവിടെ ഒരു സെൻറ്റർ വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ വന്ന് ഇവിടെ കൂടാനായിട്ട് സാധിക്കും. ഇവിടുത്തെ 3-4 വില്ലേജുകാർക്ക് ഇവിടെ വന്ന് കൂടാൻ സാധിക്കും. അപ്പോൾ അതും കൂടെ കണക്കാക്കിയാണ് ഇത് പണിയുന്നത്. ഇപ്പോൾ തന്നെ ഞങ്ങൾ വണ്ടിയിൽ വന്നപ്പോൾ എടവപ്പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവിടുത്തെ ഒരു വീട്ടുകാരി ഇവർക്ക് കുടിക്കാനായിട്ട് ഒരു കേസ് പെപ്സിയൊക്കെ തന്നു വിട്ടായിരുന്നു. അങ്ങനെ മറ്റു വില്ലേജുകാർ ഇവർക്ക് ഇവർക്ക് പണിയൊക്കെ എടുക്കുമ്പോഴൊക്കെ സാധാരണയായിട്ട് ഇവരധികം കുടിക്കുന്നത് പെപ്സി, മിറിൻഡ അതുപോലെയുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഓരോരുത്തർ ഇതൊക്കെ സംഭാവന ചെയ്യും. അതും അവരുടെ പണിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സഹായമായിട്ട് അവർ കാണുകയും ചെയ്യും. ആ രീതിയിൽ ഈ പണികൾ മുന്നോട്ട് പോവുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക. നമുക്ക് ഈ ഒരു ശുശ്രൂഷ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക. ഇതുപോലെ ഇനിയും കൂടുതൽ പേര് ഈ ഒരു ഇതിനായിട്ട് ഇപ്പോൾ കടന്നു വന്നു നമ്മൾ മറ്റ് പ്രാർത്ഥനയിലൂടെയും ഇതുപോലെയൊക്കെയുള്ള ആൾക്കാർ വന്ന് സഹകരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവർക്കും ഒരു പ്രചോദനമാണ്. അപ്പം അതും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിക്കുക. ഈ ലപ്പുങ് ഈ ഒരു പള്ളിയിൽ ഈ ഒരു വില്ലേജിൽ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ഹിന്ദിയോ ഇംഗ്ലീഷോ എഴുതാനും വായിക്കാനും അറിയാവുന്നവർ വളരെ കുറവാണ്. 1-2 പേരേ ഉള്ളൂ. അതിൽ ഇവർ 2 പേരും ആ കൂട്ടത്തിൽ പ്രധാനികളാണ്. ഇവരെ ശരിക്കും പറഞ്ഞാൽ ഈ അപ്പാപ്പനാണ് ഇത്തിരി എഴുതാനും വായിക്കാനും ഒക്കെ അറിയാവുന്നത്. ഹിന്ദി ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും കുറച്ച് എഴുതാനും വായിക്കാനും അറിയാം. അതേപോലെ ഈ ചേട്ടനും അറിയാം. ഇദ്ദേഹത്തിൻ്റെ പേര് തോമസ് ലപ്പുങ് എന്നാണ്. ഇത് തറങ് റാസങ്. ഇവർ 2 പേരും ഈ പള്ളിയുടെ പ്രധാനപ്പെട്ട ആൾക്കാരായിട്ട് ഉണ്ട്. ഇദ്ദേഹമാണ് കാട്ടിൽ നിന്ന് തടിയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നതൊക്കെ. ഇത് ബാക്കി എല്ലാ കാര്യങ്ങളും ഇവർക്ക് നേതൃത്വം കൊടുക്കുന്നത് ഈ തോമസ് അപ്പൂപ്പനാണ്. ഈ അപ്പാപ്പൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ അപ്പാപ്പനാണ് ഇവിടെ ആദ്യമായിട്ട് മാമോസ സ്വീകരിച്ച ഇവരിൽ ഒരാൾ. ഈ അപ്പാപ്പനാണ്. പ്രേംഭായിയുടെ സമയത്ത് പ്രേംഭായിയാണ് ഇദ്ദേഹത്തെ ക്രൈസ്തവ സഭയിലേക്ക് സ്വാഗതം ചെയ്തത്. അങ്ങനെ അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ പള്ളിയുണ്ടായി. അതിന് ഇപ്പോൾ ആ പള്ളിയെല്ലാം കൂടെ മാറ്റിയിട്ടാണ് ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു പുതിയ പള്ളി ഉണ്ടാക്കുന്നത്. എപ്പോഴും നല്ല പള്ളിയുടെ കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റാണ്. അച്ഛന്മാർ വന്നു കഴിഞ്ഞാലും പുള്ളി വളരെ കാര്യമായിട്ട് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഒരു കൊച്ചു കടയുണ്ട്. ആ വഴിക്ക് പോയാൽ പിടിച്ച് കയറ്റി ഇച്ചിരി വെള്ളമൊക്കെ കുടിപ്പിച്ചിട്ടേ ആൾ വിടുകയുള്ളൂ. അതുകൊണ്ട് അപ്പാപ്പൻ എപ്പോഴും പണിക്കുന്നുണ്ട്. അബു कैसा है? अच्छा है। हैं? अच्छा है। काम तो चल रहा है? काम तो हो रहा है ना? होने वाला आज। पूरा जल्दी खत्म करेगा क्या आप लोग? वो तो ट्राई करना ही पड़ेगा, खत्म तो करना ही है। ओके ठीक, बाकी तो नहीं रहेगा। ഓക്കെ ഓക്കെ सकेगा वो करेगा। ആ ठीक है. പെട്ടെന്ന് പണി തീരുമെന്ന് ചോദിച്ചല്ലോ. പെട്ടെന്ന് നമ്മൾ തീർക്കണമല്ലോ. ഇത് ബാക്കി വെക്കാൻ പറ്റിയല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് തീർക്കണം എന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഇവരുടെ എല്ലാം ഒരു അധ്വാനമുണ്ട്. ആ നിൽക്കുന്ന മനുഷ്യരൊക്കെ ഇതുപോലെ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പം ഈ ഒരു അധ്വാനത്തിന് ഫലം ഉണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി കാത്തിരിക്കാം. സോ ഇതെന്താണെന്ന് വെച്ചാൽ ഇവർ പിന്നെ മിഥുന് അപ്പുറത്തെയും ആ വില്ലേജിൽ മിഥുന് ഈ വില്ലേജിലേക്ക് പോകാതിരിക്കാനായിട്ട്. മിഥുൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ഇതാണ്, ഒരു മൃഗമാണ്. നമ്മൾ വീഡിയോയിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇത് ആൾക്കാരുടെ പ്രോപ്പർട്ടിയാണ്. പക്ഷെ അത് ഇങ്ങനെ കാട്ടിക്കൂടെ തിന്ന് നടക്കുമായിരുന്നു. അതിന് വീട്ടിൽ വളർത്തുമല്ല ചെയ്യുന്നത്. ഒത്തിരി തീറ്റ വേണം. അപ്പോൾ അങ്ങനെ കടന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവർ കാട്ടിൽ നിന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അപ്പുറത്തുനിന്നുള്ളത് ഇപ്പുറത്ത് കടന്നു വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അത് കാരണം അവരത് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഗേറ്റ്. അപ്പോൾ നമുക്കൊരു ചെറിയ വെള്ളം ബ്രേക്ക് വഴിക്കുന്ന ഒരു കുപ്പി സ്പ്രൈറ്റ് മേടിച്ചതേ കുടിക്കാൻ പോകും. ഇപ്പോൾ സാധാരണ ഞങ്ങളിങ്ങനെ ദൂരെ യാത്ര ചെയ്യുമ്പോഴൊക്കെ
ഇങ്ങനെയാണ് കുടിക്കുന്നത്. നമ്മൾ ഗ്ലാസ് ഒന്നും കൈ കാണിയല്ല, ഇങ്ങനെ ഇവർ ഒഴിച്ച് തരും. ഒഴിച്ച് തരുന്ന ഓക്കെ 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 ഒഴിച്ച് തരിക, പതുക്കെ കുടിക്കുക. നല്ല ഈ 2 പേര് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള ഈ 2 പേരും നമ്മുടെ കൂടെ ഈ ടൂറിംഗ് പ്രോഗ്രാമിന് വരുന്നവരാണ്. ഇവർ 2 പേരും ഈ നിൽക്കുന്ന ചേട്ടൻ്റെ പേര് റോബർട്ട്. റോബർട്ട് എന്ന് പറയുന്ന ഈ പുള്ളിയാണ് ഇവിടുത്തെ ഇവാഞ്ചലിസ്റ്റ്. ഇവാഞ്ചലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാ വില്ലേജിലുമുള്ള കാറ്റഗിസ്റ്റുമാരുടെ ലീഡറാണ് പുള്ളി. അപ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ വില്ലേജുകൾ ടൂറിങ്ങിനൊക്കെ വരുന്ന പുള്ളിയാണ്. അപ്പം ഞങ്ങൾ 2 പേരുമാണ് ക്ലാസ്സൊക്കെ എടുക്കുക പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും ഒരു വില്ലേജിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ വിടും. കാരണം ഇവിടുത്തെ ലോക്കൽ ഭാഷയിൽ നന്നായിട്ട് സംസാരിക്കുമല്ലോ. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോവും. ഇത് ലോറൻസ് തറ. ഇത് നമ്മുടെ ടൗൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരീഷിലെ ഹോളി ക്രോസ് പാരീഷ് ബാമിങ് അവിടുത്തെ കാറ്റഗിസ്റ്റാണ് ആളാണ് അവിടുത്തെ പ്രാർത്ഥനകളൊക്കെ ലീഡ് ചെയ്യുന്ന എൻ്റെ ഇടവകയിലെ കാര്യങ്ങളിൽ പള്ളിയിലെ കാര്യങ്ങൾ എന്നെ സഹായിക്കുന്നത് പുള്ളിയാണ്. പിന്നെ ഇടവപ്പള്ളിയിലെല്ലാം ഞായറാഴ്ച കുർബാന ഉള്ളതുകൊണ്ട് ഇദ്ദേഹത്തിന് അങ്ങനെ ക്ലാസ് എടുക്കേണ്ടതൊന്നും വരികയില്ല. മറ്റ് കാര്യങ്ങൾ ക്രമീകരിക്കാനൊക്കെ ഇവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്താണ് ചെയ്യുന്നത്. സാധാരണ ടൂറിങ്ങിന് പോകുമ്പോൾ ചിലപ്പോൾ ഒത്തിരി പേരെ കൊണ്ടും പിന്നെ ഇപ്പോൾ ഒന്ന് വണ്ടിയിൽ സ്ഥലം കുറവായതുകൊണ്ട് ഈ വണ്ടി ആയതുകൊണ്ടും അങ്ങനെ വന്നാൽ നടന്നൊക്കെ പോകണമെങ്കിൽ ഒത്തിരി പേരൊന്നിച്ചാൽ ഞങ്ങൾ നടന്നു പോകാറ്. നമുക്ക് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. ഇത് കുടിച്ചിട്ട് പതുക്കെ പോകാൻ വന്ന വഴിക്ക് പണിയെടുക്കുന്നിടത്തൊക്കെ കയറിയായിരുന്നു. അതിന് വഴിക്കൊന്നും കഴിക്കാനൊന്നും പറ്റിയില്ല, അവരെല്ലാം പണിയായതുകൊണ്ടൊന്നും. അതുകൊണ്ട് ഇനിയിപ്പം ഇവിടെ പോയി വില്ലയിലെത്തുന്നവരെ ഒരു